ഇടുക്കിയിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മാത്രമല്ല മഴ കനക്കും എന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം നാളെ ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കുമെന്ന് കളക്ടർ അറിയിക്കുന്നു. കനത്ത മഴയിൽ ഒരുപാട് നാശനഷ്ടം ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു വീണു, അതുപോലെ മരം കടപുഴകി വീണും ഗതാഗതം തടസ്സപ്പെട്ടും അപകടങ്ങളുണ്ടായി. 3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചെറു ഡാമുകളുടെ ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. നേര്യമംഗലം പവർ ഹൗസിൽ മണ്ണിടിഞ്ഞു വീണ് ഫീഡറുകൾ തകർന്നുപോയി. മൂന്നാർ ഗ്യാപ്പ് റോഡിലുണ്ടായ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. ഈ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ഉച്ചയോടെയാണ് ഇടുക്കിയിൽ മഴ കനക്കുന്നത്. ഇന്ന് പുലർച്ചെ വരെ ഇടതടവില്ലാതെ പെയ്ത മഴയിൽ വ്യാപകമായി മണ്ണിടിഞ്ഞു വീണു. മരം കടപുഴകി വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധം തകരാറിലായതോടെ പലയിടങ്ങളും മണിക്കൂറുകളോളമാണ് ഇരുട്ടിലായത്. മൂന്നാറിൽ 7 ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. മാട്ടുപ്പെട്ടി റോഡിലും ഗ്യാപ്പ് റോഡിലും ഗതാഗതം ഭാഗികമാണ്. രാത്രിയാത്രയ്ക്ക് ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിമാലി കരടിപ്പാറയിൽ റോഡിലേക്ക് പതിച്ച മണ്ണും മരവും നീക്കി. കാഞ്ഞിരവേലി വെട്ടിപ്പിളായിൽ അനീഷിന്റെ വീട് കനത്ത മഴയിൽ തകർന്നു. ഉടുമ്പൻചോല മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. കഞ്ഞിക്കുഴി 6-ാം കൂപ്പിൽ റോയിയുടെ വീടിന് മുകളിലേക്ക് പാറയും മണ്ണും ഇടിഞ്ഞു വീണ് കേടുപാട് സംഭവിച്ചു. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഇടിഞ്ഞാണ്. മണ്ണ് ഈ കട്ടിയുള്ള മണ്ണല്ല. അപ്പോൾ ഇത് തന്നെയാണ് റോയ് ചേട്ടൻ രാവിലെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പുറമുറിയിട്ട്. കാരണം കൊച്ചിവിടെ കിടക്കുന്നതാണ്. ഇന്നലെ എങ്ങാണ്ട് മാറി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാഗ്യമെന്ന് തന്നെ പറയാം. കൊട്ടാരക്കര ഡിണ്ടുകൾ ദേശീയപാതയിൽ പീരിമേട് മത്തായി കൊക്ക ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. രാജാക്കാട് നെടുങ്കണ്ടം എന്നിവിടങ്ങളിലും മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലാണ്. ലോവർ പെരിയാർ പവർ ഹൗസിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 ഫീഡറുകൾ തകർന്നു. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര തുടങ്ങിയ ചെറു ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. വഴിയരികിലെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ നിൽക്കരുത്. അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ എത്തിയേക്കാമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പുഴകളിലും തോടുകളിലും ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. താങ്ക് യു രാഹുൽ വിജയൻ.